ഹായ്. ബത്ലഹേം കുടുംബ യൂണിറ്റ് ഈ ഓണക്കാലത്ത് കുടുംബം ഒന്നായി പോയി കാണേണ്ട ഒരു മനോഹരമായ ഒരു സിനിമയാണ്. ഗിരീഷ് ഏട്ടൻ്റെ ഡയറക്ഷനിൽ ഇറങ്ങിയ എല്ലാ ചിത്രങ്ങളും പോലെ തന്നെ വളരെ നല്ല രീതിയിൽ കണ്ട് ആസ്വദിക്കുവാനും യാതൊരു വിധത്തിലുള്ള ഒരു ലാഗോ ഒരു ബോറിങ്ങോ ഇല്ലാതെ തുടക്കം മുതൽ അവസാനത്തെ എൻഡ് വരെ കാണുന്ന ഒരു സമയത്ത് നമ്മൾ ആ കുടുംബത്തിലൂടെ ആ സിനിമയിൽ കണ്ടുമുട്ടുന്ന കുടുംബങ്ങളിലൂടെ വ്യക്തികളിലൂടെയൊക്കെ ജീവിച്ചു പോകുന്ന മനോഹരമായ ഒരു സിനിമയാണ്. ഇതിലെ കാസ്റ്റിങ്ങും ഇതിന് വേണ്ടിയിട്ട് എടുത്ത എഫേർട്ടൊക്കെ ഒട്ടും വേസ്റ്റ് ആയിട്ടില്ല എന്ന് ഈ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. നിവിൻ പോളിയുടെയും മമിത ബൈജുവിൻ്റെയും ഒക്കെ മനോഹരമായ ആക്ടിംഗ് ഉണ്ട്. അതോട് ചേർന്ന് അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരും വളരെ മനോഹരമായി, വളരെ തനതായ ശൈലി, നാച്ചുറൽ ആയിട്ടുള്ള അഭിനയമാണ്. ഇതിനകത്തൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സിനിമയാണ്. എന്നെ കാണുന്ന എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, സാധിക്കുമെങ്കിൽ നിങ്ങളെല്ലാവരും ഈ സിനിമ പോയി കാണണം. ഈ ഒരു സിനിമ നൽകുന്ന സന്ദേശം പേഴ്സണലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗങ്ങളൊക്കെ അനുഷ്ഠിക്കാനായിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്യാനായിട്ട്, ജീവിതത്തിൽ ചില നന്മയുള്ള മൂല്യങ്ങളൊക്കെ സ്വന്തമാക്കാനായിട്ട് ഈ സിനിമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലികടിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന്. അപ്പോൾ സ്നേഹമുണ്ടെങ്കിൽ അവിടെ കാത്തിരിപ്പിൻ്റെ നന്മയുണ്ട്. സ്നേഹമുണ്ടെങ്കിൽ ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി തിബേരിയോസ് കടൽ തീരത്ത് കാത്തിരുന്നത് പോലെ നമുക്കും കാത്തിരിക്കുവാനായി സാധിക്കും.